ഹായ് വെൽക്കം ടു ഗുഡ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ പോർട്ടോ റിച്ച് സീസൺ 2 പാർട്ട് 3. സോ നമ്മളാണെങ്കിൽ പാർട്ട് 2 എപ്പിസോഡ് 2, ഞാൻ പാർട്ട് 2 എന്ന് ഉദ്ദേശിച്ച എപ്പിസോഡ് 2 എന്നാണ് കേട്ടോ. അപ്പം എപ്പിസോഡ് 2 നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടായിരുന്നു. ബട്ട് പ്രതീക്ഷിച്ച പോലെ അത്രയും വ്യൂസ് കിട്ടിയില്ല. എന്നാലും നല്ലൊരു വ്യൂസാണ് നിങ്ങൾ തന്നേക്കുന്നത്. ബട്ട് നമ്മളാണെങ്കിൽ പോർട്ടോ റിച്ച് സീസൺ 2 പാർട്ട് 1 നോക്കിയപ്പോൾ 180K അതോ 81K ഇങ്ങോട്ടേക്ക് വ്യൂസ് ഒക്കെ കയറി ഗൈസ്. സോ ഞാൻ എല്ലാവരോടും ബിഗ് താങ്ക്സ് എന്ന് പറയുകയാണ്. ആൻഡ് സബ്സ്ക്രൈബേഴ്സും കൂടി ഗൈസ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 289 ആയി. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 289 ആയിരുന്നു. ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എനിക്കൊന്ന് നോക്കണം. ആൻഡ് നമ്മൾക്കാണെങ്കിൽ എന്നത്തെ പോലെ ഈ ഒരു ഡ്രസ്സാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. ഈ ഒരു ഡ്രസ്സാണ്. ആൻഡ് കുറേ നാളെ ഈ ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് ആൻഡ് നമ്മൾ ഓൾറെഡി ചെറിയൊരു ലൈവ് ഇട്ടായിരുന്നു ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്രയൊരു ഒരു വ്യൂസ് പോലും കിട്ടിയില്ല. ആകപ്പാടെ ഒരാൾ ആയിരുന്നു മാത്രമേ അയച്ചോളും. അതിൻ്റെ ഫേക്ക് എന്ന് വെച്ചാൽ എൻ്റെ വേറെ ഒരു ഫോൺ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മേൻ്റെ ഫോണിൽ നിന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു ഹായ് അയച്ചു. അമ്മേൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ ലൈവ് എടുത്തത്. ബട്ട് ഹായ് അയച്ചു. അപ്പം ആരെങ്കിലും കയറുന്നുണ്ടോ മീൻസ് റേഞ്ച് വല്ലതും ഇല്ലയെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്താണ് ഗൈസ്. അപ്പം മനസ്സിലായി. നമുക്കിപ്പം ലൈവിലാണെങ്കിൽ അത്രയും വ്യൂസ് നമുക്ക് കിട്ടൂല. എനിക്ക് ആ ഒരു വീഡിയോ എൻ്റെ ആദ്യത്തെ ലൈവ് ആയിരുന്നല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പം സോ നമ്മളാണെങ്കിൽ ചുമ്മാ കറങ്ങാൻ പോകണം നമുക്ക്. സോ നമ്മൾ ലാംബോർഗിനി ഉറൂസ് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു വണ്ടി എടുത്തേക്കുവാണ്. ദാറ്റ് ഈസ് ലാംബോർഗിനി ഇതായിരുന്നു ലാംബോർഗിനി സിയാൻ. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഒരു ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേക്കും കേട്ടോ. സോ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾക്കാണെങ്കിൽ പുതിയ വീട്ടിലൊക്കെ പോയി കുറേ മിഷൻസൊക്കെ ചെയ്ത് നമ്മളാണെങ്കിൽ അപ്പം പോലീസ് സ്റ്റേഷനാണ് കേട്ടോ വന്നേക്കുന്നത്. ചുമ്മാ ഒരു കേസ് ഫയൽ ചെയ്യാൻ. ഓക്കെ, ആൻഡ് നമ്മളാണെങ്കിൽ പോലീസുകാരൻ്റെ അടുത്ത് ചുമ്മാ പോലീസ് സ്റ്റേഷനിൽ വന്ന കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു മീറ്റിംഗ് കൂടാനല്ല, ഞാനാണെങ്കിൽ ഒരു ഫോം ഒപ്പിടാനാണ്. എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗൽ സീസൺ 1 കണ്ടവർക്ക് അറിയാം. നമ്മളുടെ സ്വത്തെല്ലാം പോലീസുകാർ എടുത്ത് നമ്മൾ ഒരാളെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ, എൻ്റെ ഒരു വാച്ചൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അത് ഫോം ഫില്ല് ചെയ്താലേ കിട്ടുള്ളൂ കേസ്. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്യാനാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു മിഷനും ചെയ്യാൻ. മിഷൻ എന്ന് വെച്ചാൽ അങ്ങേര് പറയും, സാറേ എന്താ എൻ്റെ മിഷൻ? നിൻ്റെ മിഷൻ എന്ന് വെച്ചാൽ എടാ നീ നമ്മളുടെ സിറ്റി ഇല്ലേ, നമ്മുടെ സിറ്റിയിൽ ഒരു ഗ്യാങ്സ്റ്റേഴ്സ് നടക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഗ്യാങ്സ്റ്ററൊക്കെയാണ്. ബട്ട് നിനക്ക് പവർ വരും. വലിയ ഹൈപ്പുള്ളൊരു ഗ്യാങ്സ്റ്റർ ഉണ്ട്. ഈ പടമാണോ പുള്ളിക്കാരൻ? അല്ല, വലിയ കുറേ ആൾക്കാരുള്ള ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ട്. കുറച്ച് പോലീസുകാർ വരെ അവൻ്റെ ടീംസാണ്. അപ്പം ഞാൻ സൂക്ഷിക്കണം അവൻ്റെ അടുത്ത് പെരുമാറാൻ പോകുമ്പോൾ. ഇനി ആര് പെരുമാറാൻ പോകുന്നു? അപ്പം നീയല്ലേ സൈൻ ചെയ്തിരുന്നില്ലേ? ഗായ്സ്, ഞാൻ സൈൻ ചെയ്തിട്ടൊന്നുമില്ല. ഇന്നലെ അല്ലേ ഇന്ന്
എടാ നീ ആ ഫോം കണ്ടില്ലേ? ഫോമിനകത്ത് എന്തായിരുന്നു? ഞാൻ ഈ മിഷൻ ചെയ്യാൻ റെഡിയാണ്. അപ്പം നിങ്ങളെന്നെ പറ്റിച്ചാണോ? പിന്നെ നീ ഒരു മണ്ടനല്ലേ? ഞാൻ അത് ശരിയാട്ടോ, ഞാനൊരു മണ്ടൻ. ആ ഫോം എന്താണെന്ന് പോലും വായിച്ചു നോക്കാണ്ട് പോയി ഒപ്പിട്ടേക്കുന്നു. നീ ഇപ്പോൾ ഒപ്പിട്ടോണ്ട് നീ പോയി ചെയ്യണം. അപ്പം നിങ്ങളെൻ്റെ ആ സ്വർണ്ണയൊക്കെയോ? എടാ മണ്ട, അത് നീ ഉറങ്ങുമ്പോഴേ ഞങ്ങൾ അത് അവിടെ കൊണ്ട് വെച്ചു. ഇന്നലെ അല്ലേ നിനക്ക് കോൾ വന്നേ? അപ്പം ഞങ്ങൾ അത് ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചു. നീ പോയി മിഷൻ ചെയ്ത്. ഗൈസ് പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ പോർച്ചുഗൽ സീസൺ പാർട്ട് 2 ഞാൻ റെക്കോർഡ് ചെയ്തില്ലേ, അത് ഈ ഗെയിമിനകത്തുള്ള ദിവസം വെച്ച് നോക്കുമ്പോൾ 2 ദിവസം മുമ്പേ ആണ് ഗൈസ് നമ്മൾ ആ ഒരു വീഡിയോ, ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടന്നത്. നീ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും ഇടാവുന്നതാണ്. ഇന്ത്യൻ ബൈക്കിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നമ്മൾക്കൊരു Q&A ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ഇന്ത്യൻ ബൈക്കിനെ പറ്റി അത്രയ്ക്ക് ആൾക്കാർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ഒരു ഇന്ത്യ ഫുള്ളും കളിക്കുന്ന ഒരു ഗെയിമാട്ടോ ഗീസ്. അപ്പം മലയാളി, തെലുങ്കു, ഹിന്ദി, തമിഴ്നാടു, ഈ നാട്ടിലെല്ലാവരും ഈ ഇന്ത്യ ഫുള്ളും കളിക്കുന്നൊരു ഹൈ പ്രൊവൈഡഡ് ഗെയിമാണ് ഗീസ്. അപ്പം ഇതിൻ്റെ മേക്കറിൻ്റെ പേര് ഞാൻ പറയാം, രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോസ് കേട്ടോ. ഇനി ആരെങ്കിലും അറിയാത്ത ഉണ്ടോയെന്ന് വിചാരിച്ചാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവും. ഓക്കെ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവുമെന്ന് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഈ പോർച്ചുഗൽ കേട്ടോ, ഞാൻ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഗെയിമിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഇടുന്നത് കാണാൻ 5-6 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായില്ല. ആൻഡ് നമ്മൾക്കാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് നടക്കാം. ആൻഡ് ഗൈസ്, നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. എനിക്ക് ആദ്യം രാജുഭായിനെ കാണട്ടെ. രാജുഭായ് ഇവിടെ എവിടെയാ? രാജുഭായ് ആണത്? ഇല്ല, ഇവിടെ എവിടെയാണ് പുള്ളിന്ന് എന്നോട് പറഞ്ഞു. രാജുഭായ് രാജുഭായ് ഇത് നടന്നു. രാജുഭായ് എന്താ ചേട്ടാ? എടാ, ഇന്ന് പണിയുണ്ട് നിനക്ക്. എൻ്റെ വീടിനകത്ത് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയ്യോ ചേട്ടാ, ഇന്ന് സൺഡേ അല്ല ചേട്ടാ. എനിക്ക് ഇതാരാ? ഇത് രാജുഭായ് അല്ല. അപ്പം ഞാൻ ആരോട് ഇത്ര സംസാരിച്ചോണ്ടിരുന്നു? ഹെഡ്സെറ്റോ? അയ്യോ, ഇനി ആ പോലീസ് തലയിലാവണ്ട കേസ്. നമ്മൾ ഹെഡ്സെറ്റിൽ പുള്ളീനെ അറിയാണ്ട് കണക്ട് ചെയ്തു. അപ്പം പുള്ളീൻ്റെ ഒച്ച ഇതാണ്. അപ്പം രാജുഭായ്, ചേട്ടാ ഇന്ന് എനിക്ക് സൺഡേ ആണ് ചേട്ടാ. ഇന്ന് എനിക്ക് പണി തരില്ല ചേട്ടാ പ്ലീസ് ചേട്ടാ. ശരി, നാളെ വരണേ. നാളെ വരാം ചേട്ടാ പ്ലീസ് ചേട്ടാ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിൽ ഇത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഫുള്ളും ചെയ്യാലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് പാരട്ട ബംഗാളി നമ്മൾ ചതിച്ചു. ഞാൻ എൻ്റെ പേരിപ്പോൾ പറഞ്ഞു കേട്ടോ. മറ്റേ ബാബു എന്നെങ്ങാണ്ടല്ലേ പേര്? ബാബു ഞാൻ മറന്നു പോയി ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നമ്മളുടെ ബെഡ്റൂമിലൊരു ലാമ്പ് വെക്കണം ഗൈസ്. ഇതിങ്ങോട്ട് കയറി പോണേ. ലാമ്പ് ഞാൻ ഒന്ന് വെക്കട്ടെ. ഓൾറെഡി ഒരു ലാമ്പ് ഉണ്ട്, അതിനകത്ത് ബൾബ് വെക്കണം ഗൈസ്. ലാമ്പ് ഉണ്ടോയെന്നറിയില്ല. ലാമ്പ് ഞാൻ മറന്നു ഗൈസ്. ലാമ്പ് ഉണ്ട്. ബൾബ് വെക്കട്ടെ. ഇല്ല, ഞാൻ ഒരു വേറെ സെപ്പറേറ്റ് ലാമ്പ് വെച്ചു. ബട്ട് മേടിച്ചു. ബട്ട് അത് ഞാൻ വെച്ചില്ല. ബൾബ് ഞാൻ മേടിക്കണം ഗൈസ്. അത് പിന്നെ മേടിക്കാം. ഇതെന്തൊരു കോള് വരുന്നത്? നമുക്ക് ഹെഡ്സെറ്റിലൂടെ കേൾക്കാം ഗൈസ്. എന്താ സാറേ?
എടാ ഞാൻ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. നീ വെപ്പൺസ് ഒക്കെ എടുത്ത് തീർക്കാൻ പോരെ. അയ്യോ സാർ ഞാൻ ഒരു നല്ല ആൾത്തേനെ ഇറങ്ങുമായിരുന്നു. ഓ അവൻ്റെ ഒരു നല്ല കാര്യം തന്നെ വേറെ എന്തെങ്കിലും ചെയ്യടോ. നമ്മളുടെ അഭിമാനം പോവും. അഭിമാനം കിട്ടിയില്ലെങ്കിൽ അപമാനം കിട്ടില്ലേ സാർ. വെച്ചിട്ട് പോടോ. തനിക്ക് താൻ സൈൻ ചെയ്തല്ലേ. ഓക്കെ സാർ. തെറി കേട്ടു സാറിൻ്റെ. അപ്പോൾ നമ്മളാണെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിനാണ് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു Q&A ആയിട്ട് ഒരു വേറെ വീഡിയോ ഇടാം. ഓക്കെ, നമ്മൾക്കാണെങ്കിൽ നേരെ അവന്മാരുടെ ബീച്ചിലോട്ട് പോകണം. ആൻഡ് ഓക്കെ ഗൈസ്, ഇതാണ് അവന്മാരുടെ ബീസ് എന്ന് പറഞ്ഞു. ഗൈസ് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണല്ലോ. ഹോസ്പിറ്റലിലുള്ള കുറേ ആൾക്കാരെ തട്ടി എന്നുവെച്ചാൽ ഭീഷണിപ്പെടുത്താലോ. അവന്മാരുടെ പൈസയൊക്കെ നമുക്ക് അവർക്ക് അടിച്ചു മാറ്റാമല്ലോ. നമുക്കല്ല കേട്ടോ. നമ്മളാണെങ്കിൽ പിന്നെ സീസൺ 1 കാണാത്തവരാണ് ഇത് കണ്ടോണേ. ഒരു ഗുണ്ടച്ചേച്ചി എന്നാ പിടിച്ച ഗുണ്ടച്ചേച്ചി എവിടെയാണ് പുള്ളി അകത്തുണ്ടോ. ചിലപ്പോൾ ഇറങ്ങി ഓടൂടോ. ചേച്ചി എവിടെയാ ചേട്ടൻ? അകത്തുണ്ട് മോനെ, ഇറങ്ങി ഓടി. അതിങ്ങനെ ചേച്ചിക്ക് അറിയോ. അയാൾ എന്നോട് പറഞ്ഞു. ഉയ്യോ പോലീസ്. ഗൈസ് നമുക്ക് വേറൊരു പണിയുണ്ട് ഗൈസ്. വന്ന ഉടനെ തന്നെ കത്തിച്ചളഞ്ഞു. എവിടെ ഗൈസ് നമ്മളുടെ ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ മിസൈലിൻ്റെ ഇത്. എനിക്ക് എവിടെ സാധനമാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. എവിടാ അവൻ? ബീര ദേ. ഗൈസ് എൻ്റെ ഗ്ലാസ്സിൽ അവനെ കാണാൻ പറ്റും. അവനാണ് മറ്റേ മാസ്ക് ഇട്ടിട്ട് വന്നത്. ആ ചേച്ചി അവൻ ഫേസ് മാസ്ക് ഇട്ടേക്കാണ് ഗൈസ്. അയ്യോ ഗൈസ്, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. വേഗം ബായും ഗൈസ്. ഇനി പോലീസ് അവിടെ പോലീസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കുള്ള വടയും പരിപ്പും ചായയും നമുക്ക് ഇപ്പം തന്നെ ഒന്ന് കൊടുത്തൂടെ ഗൈസ്. മിസ്സോല് അല്ല പിന്നെ ഇപ്പം എങ്ങനെ ഇരിക്കണേ. ഈ കൂബാബ്സിനോട് അല്ല കുട്ടി എൻ്റർടൈൻമെൻറ്റ്സിനോട് കളിച്ച ഇപ്പം ഇങ്ങനെ ഇരിക്കും കേട്ടോടാ. അയ്യോ ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ഗൈസ്. നമ്മൾക്കിപ്പം മിസൈൽ വരണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇനി നമ്മുടെ കയ്യിൽ ആമോ ഇല്ല. അയ്യോ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ഇപ്പം പോകണം കേട്ടോ. നമുക്ക് പോലീസിനെ, ഇത് കള്ള പോലീസാണ്, എന്തായാലും നമുക്ക് പൊക്കാം. വേഗം escape. Now it's time. ഉയ്യോ ഗൈസ്, നമുക്ക് ഈ പോലീസിനെ വട്ടം തിരിപ്പിക്കാനുള്ളൊരു വഴി എനിക്കറിയാം. ഡേ പോലീസുകാരെ ഒന്നും മയത്തി. അയ്യോ, ഈ പോലീസുകാർക്ക് എന്താ വണ്ടി ഓടിക്കാറിനോട് ഗൈസ്. എൻ്റെ ലാംബോർഗിനി ഉറൂസ് ഇനി എന്തിനാ വെറുതെ വിടില്ലടാ ഗൈസ്. നമുക്കാണെങ്കിലേ ഇതെന്താണ് ഈ പോലീസ് വണ്ടി കൂട്ടത്തോടെ കത്തിച്ചേക്കാം. അല്ല പിന്നെ എന്നാ പിടിച്ചോ സാറേ. എൻ്റെ വണ്ടി നീയൊക്കെ കൂടി നശിപ്പിക്കൂലടാ. ബ്ലഡി റാസ്കൽസ്.
പോലീസുകാർ വിളിക്കുന്നതാണ്. നമ്മൾ ചുമ്മാ ഒന്ന് മാസിന് വേണ്ടി പറഞ്ഞ കേട്ടോ ഗൈസ്. ഗൈസ് ജസ്റ്റ് മിസ് പുള്ളി ഇങ്ങനെ ഓടിച്ചേ എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് മിസ് വണ്ടി ഇപ്പം മുട്ടി വണ്ടി തകർന്നാണ്. പോലീസുകാരെ വട്ടം കഴിപ്പിക്കാനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് ഗൈസ്. ഇങ്ങനെ ഇതാ അവർ മോളിൽ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഇടയിലോട്ട് വീഴും. അപ്പോൾ അവരും മരിക്കും, നമ്മളും മരിക്കില്ല ഗൈസ്. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിച്ചാടും. അയ്യോ ഗൈസ്, ഇറങ്ങിപ്പെട്ടത് കാലത്തും അടുക്കിലോട്ടാണല്ലോ എന്ന് ചെറിയൊരു ഡൗട്ട്. ബിക്കോസ് ഗൈസ് കണ്ടോ, യവന്മാരെൻ്റെ 16 നടത്തിയിട്ടേ പോവുള്ളൂ, ഉറപ്പാ. നന്ദിയും പിടിച്ചോ. അയ്യോ ഗൈസ്, പ്രശ്നം. ഭാഗ്യം, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഗൈസ്. പ്രശ്നം. ഒന്നും കൂടി നമുക്ക് തല കിരിങ്ങിപ്പിക്കാം അവരെ. എങ്ങനെയാന്നല്ലേ ഗൈസ്, കണ്ടോളുക. പ്ലാൻ വിചാരിച്ച പോലെ ഏറ്റില്ല. ഓ ഗായ്സ്, പണി കിട്ടി ബ്രോ. പണി കിട്ടി. ഇനി ഒരേ ഒരു മിസൈലേ ഉള്ളൂ എൻ്റെ കയ്യിൽ റീസ്റ്റോർ ചെയ്യാൻ. ഒരേ ഒരു മിസൈലേ ഉള്ളൂ ഗായ്സ് എനിക്കിനി. പോയി കിട്ടി. ഗായ്സ് അല്ല പിന്നെ ദിസ് ഈസ് മൈ റിവെഞ്ച് ഗൈസ്. ചെറിയൊരു പ്രശ്നം. അയ്യോ, നമ്മളാണെങ്കിലേ ഞാൻ ചെറിയൊരു കാര്യം ഓർത്തില്ല. നമ്മുടെ ലാംബോർഗിനി ഉറൂസ് നമ്മൾ അറിയാണ്ട് കത്തിച്ചു. എങ്ങനെയാന്നല്ലേ, നമ്മൾ ആ 3 പോലീസ് വണ്ടി ഒരുമിച്ചിടിച്ച് RPG വെച്ച് കത്തിച്ചില്ലേ. അപ്പം ചേട്ടാ ഒന്ന് വണ്ടി തരുമോ ചേട്ടാ? നീ ലിഫ്റ്റ് തരൂല്ലേ? ഇന്നാ പിടിച്ചോ കേസ്. എന്നെ പോയി എനിക്ക് കിട്ടി. ചേട്ടാ ഊബർ വിളിക്കാൻ ഫോൺ തരുമോ? എന്താടാ മോനെ, നിനക്ക് ഊബർ ഇല്ലേ? ഇല്ല, ഊബർ ഉണ്ടെങ്കിൽ നീ തരോടാ. അല്ലോ നമ്മളോടാ കളി. നമുക്കാണെങ്കിൽ ഒരു ലാംബോർഗിനി ഉറൂസ് സ്പോൺ ചെയ്യാം ഗൈസ്. ആ ഡിവൈസ് വെച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 3 8 3 4 5. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ പോലീസ് ഷൂട്ടൗട്ടിന് ശേഷം ഡാ മോനി, എന്താ സാറേ? ഞാൻ അറിയാട്ടോ ഡോന്ന് വിളിച്ച ഗൈസ്. എന്താ സാറേ? ഞാൻ ഒരാളെയും കൂടി കൊല്ലണം. ഇത് ഈ മാസത്തെ 10ാമത്തെ കൊലയാ. എന്താന്ന് വെച്ചാൽ ഒരു പോലീസാണെങ്കിൽ ഉണ്ടല്ലോ കള്ളക്കടത്ത് ചെയ്യുന്നുണ്ട്. അപ്പം നീ ഒരുത്തനെ കൊന്നിട്ട് അവനെയും കൂടി കൊല്ലണം. അപ്പം പോലീസ് വരുമല്ലോ. അയ്യോ, മാരക ഐഡിയ കേട്ടോ സാറിൻ്റെ. ശരി സാർ. ഗൈസ്, അപ്പം നമുക്ക് ഈ ഒരു ചേച്ചി ഒന്ന് ജസ്റ്റ് കൊല്ലാം. നമുക്ക് മനസ്സില്ലാത്ത മനസ്സുകൊണ്ടാട്ടോ നമ്മൾ ഈ ചേച്ചീനെ ഒന്ന് കൊല്ലുന്നു. അപ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്, നല്ല വിഷമം. പോലീസുകാരിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചേ ഇല്ല. ഞാൻ ചെയ്യാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ ഗൈസ് പോലീസ് ഇവനാണ് ഗൈസ്, ഇവനല്ല.
ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആ ഉണ്ടുണ്ട് ഉണ്ടുണ്ട് ഉണ്ടുണ്ടുണ്ട്. അയ്യോ എൻ്റെ അമ്മോ എടേ ഇവന് എന്ത് മരണമാസം എൻട്രി ആയിരുന്നടാ. എന്നാ പിടിച്ചോ. ഇവനൊന്നുമല്ല ഗൈസ്, ഇവനൊന്നുമേ അല്ല കൊടുക്കാതെ. പോലീസവിടെ? ഈ പോലീസ് ഒന്നുമല്ല ഗൈസ്. എവിടെടാ? പോയി ഒരാളും കൂടി വടിയാക്കണം. എന്നാ വടിയാക്കിയില്ല. ആരും കളിപ്പിക്കില്ല ഗൈസ്. സ്റ്റാർ വന്നിട്ടുണ്ട്. ആ കിട്ടി. ഒരു പോലീസ് ഏട്ടനെ കിട്ടി. ഓ ഗൈസ് ഇവനും അല്ല. ഇത് എന്തിനാണ് ഗൈസ്? ഇവനും അല്ല ഗൈസ്, ഇവനൊന്നും അല്ല. അപ്പം പിന്നെ ആരാണത്? ഞാൻ ചുമ്മാ മനസ്സില്ലാത്ത കൊണ്ടാട്ടോ ഗൈസ്. ഇനി വേറൊരു വെറൈറ്റി പിടിക്കും. എവിടാ പോലീസുകാർക്ക് തന്നെ പിടിക്കാൻ പറ്റില്ലേ? ഡാ മോനെ, പോലീസ് കുട്ടാ, പോലീസുകാരെ, ഓയ് ഞാൻ ഇവിടെ ഉണ്ട്. അവനെന്താ ഗീസ് വരാത്തത്? പോലീസുകാർ, പോലീസോ വേറെ സ്ഥലത്ത് പോയിട്ട് പോലീസിനെ വിളിക്കാം ഗീസ്. പോലീസുകാർ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അപ്പം പോലീസ് ഉണ്ടാവുകയാണെങ്കിലോ? പോലീസ് ഉണ്ടാവണം. ഉണ്ടായി ഗൈസ്. ഇവനാണോ RPG എടുത്തിട്ട് ഒരു കാര്യമില്ല മോൻ. ഇത് ഞാൻ കവർ ചെയ്യാട്ടോ ഈ കാലം കൊണ്ട്. എവിടെ വേറെടുത്തു? ഇവനാണോ? ഇവനല്ലെന്ന് അടിച്ചോ. എവിടെയാ? നീ ആരെങ്കിലും ഇവനാണ് ഗൈസ്. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ബട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വന്നവനാണ് പുള്ളി. അപ്പം ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ Q&A ആയിട്ട് വരാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ബൈ.